ഹലോ ഗെയ്സ്, ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക നാളെ നടക്കുന്ന മത്സരത്തിൽ സഞ്ജു സാംസൺ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക്. സഞ്ജു സാംസൺ വരുന്നത് തെലുഗു വർമ്മയ്ക്ക് പകരമായിട്ടാണ്. തെലുഗു വർമ്മയുടെ മെല്ലെപ്പോക്ക് കാരണം മിഡിൽ ഓവേഴ്സ് റൺസ് കാര്യമായി വരുന്നില്ല. സൂര്യകുമാർ യാദവിൻ്റെ വരെ ബാറ്റിങ്ങിനെ ബാധിക്കുന്നതുകൊണ്ട് സഞ്ജു സാംസൺ തെലുഗു വർമ്മയ്ക്ക് വരും. കൂടുതൽ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരായതുകൊണ്ട് തന്നെ സ്പിന്നർമാർക്ക് സിമ്പിളായിട്ട് ബോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അസിസ്റ്റൻറ്റ് കോച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സഞ്ജു സാംസൺ പുറത്തിരിക്കുന്നുണ്ട് എന്ന്. എന്തായാലും സഞ്ജു സാംസൺ നാളെ വരുമെന്ന് 99% ഉറപ്പാണ്. ഒന്നല്ലെങ്കിൽ അഭിഷേക് ശർമ്മയുടെ ഒക്കെ ഒപ്പം ഓപ്പണിംഗ് ഇറങ്ങി ഇഷാൻ കിഷൻ 1 ഡൗൺ പൊസിഷനിലേക്ക് കൊണ്ടുവരും. ഇല്ലെങ്കിൽ സഞ്ജു സാംസൺ തെലുഗു വർമ്മയുടെ പൊസിഷനിൽ കളിക്കും. മിക്കവാറും ഓപ്പണിങ്ങിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇഷാൻ കിഷൻ 1 ഡൗൺ നല്ല അടിപൊളി കളിയാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷനെ 1 ഡൗണിലേക്ക് ഇട്ട് സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മേനെയും ഓപ്പണിങ്ങിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. തെലുഗു വർമ്മ ഭയങ്കര സ്ലോ ബാറ്റിംഗ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കളിയിലും 120 ആണ് സ്ട്രൈക്ക് റേറ്റ്. പുള്ളിക്ക് ഏറ്റവും ഹൈ സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ തെലുഗു വർമ്മയെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മികച്ച റെക്കോർഡിൽ സഞ്ജു സാംസൺ ഇറക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നമുക്ക് അടുത്ത റിപ്പോർട്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.